മെറ്റനോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അന്ത്യന്യായവിധിയെക്കുറിച്ചാണല്ലോ സംസാരിച്ചത്. അന്ത്യന്യായവിധി 3 ത്രോണിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പ്രത്യേകിച്ചും ബേമ കോർട്ട്, വിശുദ്ധന്മാരുടെ ന്യായവിധി, അത് കഴിഞ്ഞിട്ട് തേജസ്സിൻ്റെ സിംഹാസനം, അവിടെ ജാതികളെ ന്യായം വിധിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ അവസാനമുള്ള വെള്ള സിംഹാസനത്തിലുള്ള ന്യായവിധിയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇത് ന്യായവിധിയുടെ ആവശ്യം എന്താണ് എന്ന് പലപ്പോഴും നമുക്ക് ചിന്തിക്കാം. ഈ ന്യായവിധി ശരിക്കും ലോകത്തിൽ നിന്ന് നീതി കിട്ടുന്നില്ല. എത്രയോ വിശുദ്ധന്മാരെ തെറ്റായിട്ട് വിധിച്ചിട്ടുണ്ട് നമുക്കറിയാം. ഇപ്പോഴും തന്നെ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ഇന്ത്യയിലും വിവിധ രാഷ്ട്രങ്ങളിലും ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുകയും അവരെ ഒരു ആവശ്യമില്ലാതെ തടവിലിടുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളെ കാണുന്നു. അതിവിടെ ക്രിസ്തുവിൻ്റെ ന്യായാസനം അതിനാൽ ഭക്തന്മാർക്കൊരാശ്വാസമായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണുകൾ സകലതും കാണുന്നു, എല്ലാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതും നമ്മളതിനെക്കുറിച്ചും ചിന്തിച്ചാണ് ദൈവത്തിൻ്റെ കണ്ണുകൾ കാണുന്നു. അത് സങ്കീർത്തനം 9-ന്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ യഹോവ എന്നേക്കും വാഴുന്നു, ന്യായവിധിക്ക് അവൻ സിംഹാസനം ഒരുക്കിയിരിക്കുന്നു. അവൻ 8-ാം വാക്യത്തിൽ സങ്കീർത്തനം 9-8 അവൻ ലോകത്തെ നീതിയോട് വിധിക്കും, ജാതികളെ നേരോടെ ന്യായപാലനം ചെയ്യും. ദൈവം മനുഷ്യനെ ന്യായപാലനം ചെയ്യും, നീതിയോടുകൂടി അവൻ്റെ വിധികൾ പ്രസ്താവിക്കും. അതുകൊണ്ട് ദൈവം ന്യായത്തിന് വേണ്ടി ഒരു ജഡ്ജ്മെൻ്റ്, ഒരു ത്രോൺ, ഒരു സിംഹാസനം ഒരുക്കിയിരിക്കുകയാണ് നമ്മൾ മറന്നു പോരുന്നത്. വിശ്വാസജീവൻ്റെ ഈ ന്യായവിധി വേറൊരു രീതിയിൽ പറഞ്ഞാൽ വിശ്വാസ ജീവിതത്തിൻ്റെ കണ്ണുകൾ തുറക്കുവാനായിട്ടാണ്. എന്ന് വെച്ചാൽ നമ്മളെ ഒന്ന് ക്ലീനപ്പ് ചെയ്യാനായിട്ട്. എനിക്കൊരു പ്രയാസം അല്ലെങ്കിൽ എനിക്കൊരു മുമ്പിലൊരു ശിക്ഷ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴേ ഞാനതിലേക്ക് പോകാതിരിക്കാനും അതെന്നെ സഹായിക്കും. 4 കാര്യങ്ങൾ ഇതിനോട് ചേർന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവം മനുഷ്യന് 2 അപ്പോയിൻമെൻറ്റ് തന്നിട്ടുണ്ട്. 1 മരണം, 2 ന്യായവിധി. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നമ്മളത് വായിച്ചാണ്. എബ്രായർ 9-27 മനുഷ്യന് മരണവും ന്യായവിധിയും എല്ലാ മനുഷ്യനും അത് കൊടുത്തിരിക്കുന്നു എന്ന് നമ്മൾ വായിച്ചു. 1 മരണം, 2 ന്യായവിധി. എല്ലാ മനുഷ്യരും അതിൽ കൂടി കടന്നു പോകണം. ഒരു മനുഷ്യനും മരിക്കാതിരിക്കത്തില്ല. ഈ ലോകത്തിൽ ജീവിക്കുക എല്ലാവരും മരിക്കും. 2ാമത് ഒരു മനുഷ്യനും ന്യായവിധിയിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റുകയില്ല. എന്നാൽ 3ാമതൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോസ്തലപ്രവൃത്തി 17-31 താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. അപ്പോൾ ഒരു ദിവസമുണ്ട് ന്യായവിധിക്ക് എന്നുള്ളത് ക്ലിയറായിട്ട് പറയുകയാണ്. ഹി ഹാസ് അപ്പോയിൻറ്റഡ് എ ഡേ. ന്യായവിധിക്ക് വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവത്തിന് മാത്രമേ ഡേറ്റ് അറിയാവൂ എന്നാണ് നമ്മളെ ന്യായം വിധിക്കാൻ പോകുന്നത്. അപ്പോസ്തലപ്രവൃത്തി 10-42 വാക്യത്തിൽ ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. ഇവിടെ അവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ. അപ്പോൾ ഹി ഹാസ് അപ്പോയിൻറ്റഡ് എ ജഡ്ജ്. ഒരു ന്യായാധിപതിയെ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അതാരാണ്? യേശുക്രിസ്തുവാണ്, സൺ ഓഫ് ഗോഡ്. ഇതേ കാര്യം തന്നെ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22 എഴുതിയിട്ടുണ്ട്. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെ ബഹുമാനിക്കേണ്ടത്. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അല്ല, ക്ലിയറായിട്ട് അതിൽ പറയുന്നുണ്ട്. പുത്രനെ ബഹുമാനിക്കേണ്ടതിനെ ന്യായവിധി പുത്രനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. 27-ാം വാക്യത്തിലും അത് തന്നെ പറയുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. യോഹന്നാൻ 5-27. അപ്പോൾ ഇത് പറയുന്ന കാര്യം എന്ന് പറയുന്ന എല്ലാ ന്യായവിധിയും, ഈ 3 ന്യായവിധികളും ഈ കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. മനുഷ്യനെ തീർച്ചയായിട്ടുള്ള ന്യായവിധി കർത്താവാണ് ചെയ്യുന്നത്. എബ്രായർ 11-7 നോഹയെക്കുറിച്ച് പറയുന്ന കാര്യം നമുക്ക് ശ്രദ്ധേയമാണ്. അവന് ഭയഭക്തി പൂണ്ട്, എന്തുകൊണ്ട് നോഹ ലോകത്തെ ന്യായം വിധിക്കുമെന്ന് മുന്നറിയിപ്പ് നോഹയ്ക്ക് കൊടുത്തപ്പോൾ അവൻ ഭയപ്പെട്ടു. മൂഡ് വിത്ത് ഫിയർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഭയപ്പെട്ടു. അവൻ ഭയപ്പെട്ടിട്ട് അവൻ അനുസരിച്ചതായിട്ട് കാണുന്നു. എന്താണ്? പ്രസംഗി ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കാൻ ദൈവം ന്യായം വിധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ. ഇതുപോലെ തന്നെയാണ് ബൈബിളിലെ വേറൊരു ഇൻസിഡൻറ്റ്. പൗലോസ് ഫെലിക്സിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിച്ചപ്പോൾ അവനും ഭയപ്പെട്ടിട്ട് പിന്നീട് പറയാൻ പറഞ്ഞു. എനിക്ക് ഭയമാവുന്നത് നീ പിന്നീട് പറയുക എന്ന് പറഞ്ഞു. ഇവിടെ എല്ലാം കാണുന്നത്
ന്യായവിധി വരുമ്പോൾ അത് മനുഷ്യർക്കൊരു ഭയം കൂടി കൊടുക്കുന്ന ഒന്നാണ് എന്ന് ഉള്ളൊരു ചിന്ത ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അത് പ്രസംഗിക്കുന്നവനും ഭയമുണ്ട്, അത് കേൾക്കുന്നവനും ഭയമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവം മനുഷ്യരിലേക്ക് ഈ ന്യായവിധിയുടെ സന്ദേശം അയക്കുന്നത് ഇത് കേട്ടെങ്കിലും മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയുക എന്നുള്ളൊരു വലിയ ഉദ്ദേശത്തോടെയാണ്. എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തെ വിട്ട് വേറെ ദൈവങ്ങളുടെ പുറകെ പോയി എന്നുള്ളൊരു വലിയൊരു കാര്യമാണ്. അതാണ് ഏറ്റവും വലിയൊരു അവരെക്കുറിച്ച് പറയാനായിട്ടുള്ള ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യം. യഹോവയായ ദൈവം അവരെ തെരഞ്ഞെടുത്ത് അവർ വഴി നടത്തി വേണ്ടതൊക്കെ കൊടുത്തിട്ടും അവരതിൽ നിന്ന് തിരിഞ്ഞുപോയി. ആമോസിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം പറയുന്നത് ഇതുകൊണ്ട്, അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇങ്ങനെ നിന്നോട് ചെയ്യുമെന്ന് പറഞ്ഞാൽ 11-ാം വാക്യത്തിൽ ദൈവം സോദോമിനെയും ഗോമോറയും ഉന്മൂലനാശം ചെയ്ത പോലെ ഞാൻ നിങ്ങളിൽ ഉന്മൂലനാശം വരുത്തും. അതുകൊണ്ട് ഇസ്രായേലെ, ഞങ്ങളുടെ ഇടയിൽ ഞാൻ ഉന്മൂലനാശം വരുത്തും. ഇസ്രായേലെ, ഞാനിത് നിന്നോട് ചെയ്യുവാൻ പോകുന്നതുകൊണ്ട് നിൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി നിങ്ങളെ തന്നെ ഒരുക്കുക. പ്രിപ്പയർ ടു മീറ്റ് ദ ഗോഡ്. ദൈവത്തെ എതിരേൽപ്പാനായിട്ട് ഒരുങ്ങിക്കൊള്ളുക, ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരിക എന്നുള്ളൊരു വലിയ ദൂത് ഇവിടെ എല്ലാ പഴയ നിയമത്തിലെ ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുന്നു. ഇനിയും നമ്മൾ ചിന്തിക്കേണ്ടത് ന്യായവിധി എന്തുകൊണ്ടാണ് ന്യായം വിധിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ന്യായം വിധിക്കുന്നത്? യോഹന്നാൻ 12:48 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ വചനം കൈക്കൊള്ളാതെ എന്നെ തള്ളിക്കളയുന്നതിനെ ന്യായം വിധിക്കുന്നവൻ ഉണ്ട്. ഞാൻ സംസാരിച്ച വചനം തന്നെ ഒടുക്കത്തെ നാളിൽ അവനെ ന്യായം വിധിക്കും. അതായത് ദ വേർഡ്സ് ഐ ഹാവ് സ്പോക്കൺ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനമാണ് നിങ്ങളെ ന്യായം വിധിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ വചനം അനുസരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ന്യായവിധിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് ചിന്തിക്കണം. ന്യായം വിധിക്കുന്നത് അതുകൊണ്ടാണ്. പഴയ നിയമത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. പഴയ നിയമത്തിൽ നമുക്കറിയാമല്ലോ, പ്രവാചകന്മാരായിരുന്നു ദൈവത്തിൻ്റെ വലിയ കാര്യങ്ങൾ ഉപദേശങ്ങൾ മനുഷ്യർക്ക് കൊടുക്കുന്നത്. ഇവിടെ ഞാനൊരു പ്രവാചകനെ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും, ഞാൻ അവരോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അന്നേരം ദൈവത്തിൻ്റെ ആജ്ഞകളെ കൽപ്പനകളെല്ലാം പ്രവാചകന്മാരായിരുന്നു മനുഷ്യരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ആവർത്തന പുസ്തകം 18:19 ഞാൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തിനെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. ദൈവം പറയുന്ന വചനങ്ങൾ കേൾക്കാതിരുന്നാൽ ഞാൻ അവനോട് ചോദിക്കും എന്നുള്ള ഒരു വലിയ ചിന്ത. ന്യായവിധി എന്തുകൊണ്ടാണ് എന്നുള്ളത് ആദ്യം പുതിയ നിയമത്തിൽ നിന്ന് പറഞ്ഞു, ദ വേർഡ് ഐ ഹാവ് സ്പോക്കൺ, ഞാൻ പറഞ്ഞ വാക്കുകൾ കൊണ്ട് നിങ്ങളെ ന്യായം വിധിക്കും. പഴയ നിയമത്തിൽ ഇത് തന്നെ പറയുന്നത്, എൻ്റെ വചനങ്ങൾ ആരെങ്കിലും കേൾക്കാതിരുന്നാൽ അവനോട് ചോദിക്കും. ന്യായവിധിയുടെ ഒരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ, ഒറ്റ ഒരു സെൻറ്റൻസിൽ ന്യായവിധി എന്നാൽ എന്താണെന്നൊരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു വാക്യം യോഹന്നാൻ 3:19 യോഹന്നാൻ 3:19 നല്ലൊരു വാക്യമാണ്, എല്ലാവരും പഠിച്ചു വെക്കേണ്ടതാണ്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വെളിച്ചം ലോകത്തിലേക്ക് വന്നു. വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത്? ദ ലൈറ്റ്. ജീസസ് ഈസ് ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നു എന്ന് യേശുവാണ് പറഞ്ഞത്, വേറെ ആരും പറഞ്ഞിട്ടില്ല. ലോകത്തിൻ്റെ വെളിച്ചമാണ്. അതായത് യേശു ലോകത്തിൻ്റെ വെളിച്ചമാണെങ്കിൽ ഈ ലോകത്തിലെ മനുഷ്യർ വെളിച്ചത്തെ സ്നേഹിക്കാതെ ഇരുളിനെ സ്നേഹിച്ച് ഇരുളിൻ്റെ പ്രവൃത്തികളിൽ പോയതുകൊണ്ട് അവർക്ക് ദൈവത്തിൽ നിന്ന് ന്യായവിധി വരുന്നു എന്നുള്ള ഒരു സത്യം ഇവിടെ യോഹന്നാൻ 3:19 പറയുന്നു. അന്നേരം നേരത്തെ യേശുവിനെ അയച്ച കാര്യം യോഹന്നാൻ 3:14 പറയുന്നുണ്ട്. ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് യേശുവിനെ അയച്ചു എന്നുള്ള, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരുവനും ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത്. ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം സ്നേഹിച്ചതുകൊണ്ട് എന്താണ്? ആരും നശിച്ചു പോകാതിരിക്കാൻ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എന്നാൽ മനുഷ്യൻ ഈ പുത്രനെ സ്നേഹിക്കുന്നതിന് പകരം ഇരുളിനെ സ്നേഹിക്കാനായിട്ട് പോയി. അതുകൊണ്ടാണ് ന്യായവിധി ആരംഭിക്കുന്നത്. ന്യായവിധി ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ ഗ്രഹത്തിൽ നിന്നാണ് എന്ന് 1 പത്രോസ് 4:17 പറയുന്നു. അതുകൊണ്ട്
നമുക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ പല രീതിയിൽ ഇതിനകത്തുണ്ടാവും. ന്യായവിധി, കർത്താവിൻ്റെ മക്കൾക്ക് എന്താണ് ന്യായവിധി എന്നൊക്കെയുള്ള ചിന്തകൾ പലപ്പോഴും നമുക്ക് വരുന്ന ഒരു കാര്യം നമുക്ക് പലപ്പോഴും കാണാം. കർത്താവിൻ്റെ മക്കൾക്ക് ന്യായവിധി ഉണ്ടാവുമോ? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധിയില്ല, എന്നിട്ട് ശിക്ഷാവിധി ഇല്ലാത്ത ഞങ്ങൾക്ക് എന്താണ് ന്യായവിധി എന്ന് നിങ്ങളെ ചിന്തിക്കും. ഒരു വാക്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ച് കേൾപ്പിക്കാം. 2 കൊരിന്ത്യർ 5:10 ഇതൊരു കുറിവാക്യം പോലെ നമ്മൾ ഇത് അവസാനം വരെ ഈ സീരീസ്, ഈ ന്യായവിധിയുടെ സീരീസ് ചിന്തിക്കുന്ന അവസാനം വരെ ഈ വാക്യം നമ്മൾ എപ്പോഴും ചിന്തിക്കും. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. ഈ പൗലോസ് പറയുന്നൊരു ഭാഗമാണ് നാം എന്ന് പറഞ്ഞാൽ പൗലോസും കൂടി അതിനകത്തുണ്ട്. അല്ല, പൗലോസും കൂടി നമ്മളും എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. അപ്പോൾ പൗലോസിന് ന്യായവിധിയുണ്ട്, നമുക്ക് ന്യായവിധിയുണ്ട്. ഇത് ശിക്ഷാവിധി അല്ല ഈ പറയുന്നത്, ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ക്ലിയറായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 3 പോയിൻ്റാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്. ഒന്ന്, പാപി എന്ന നിലയിൽ കഴിഞ്ഞുപോയ ന്യായവിധി, പാസ്റ്റ് ജഡ്ജ്മെൻറ്റ് ആസ് സിന്നർ, പാപി എന്ന നിലയിൽ കഴിഞ്ഞുപോയ ന്യായവിധി. മകനെന്ന നിലയിൽ ഉള്ള ന്യായവിധി, ദ പ്രസൻറ്റ് ജഡ്ജ്മെൻറ്റ്, നമ്മൾ മക്കളായി തീർന്നു, ഈ മക്കൾ എങ്ങനെയുള്ള അവർക്കുള്ള ന്യായവിധി. 3ാമത്, ഭാവിയിലെ ഒരു ദാസൻ എന്ന നിലയിൽ ഉള്ള ന്യായവിധി, ഫ്യൂച്ചർ ജഡ്ജ്മെൻറ്റ്. ഈ 3 രീതിയിൽ ഇതിനെ ചിന്തിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ തുടർന്നുള്ള ചിന്തകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിലാദ്യം നമ്മൾ പാപി എന്ന നിലയിൽ കഴിഞ്ഞുപോയ ന്യായവിധിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഇതിൻ്റെ പാപത്തിൻ്റെ പരിഹാരമാണ് ക്രൂശ് ആയിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു ക്രൂശ് വഴിയാണ് രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. എല്ലാ പാപികൾക്കുമുള്ള ആശ്രയമാണ് ക്രൂശ്. പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലും എല്ലാം, പഴയ നിയമത്തിലുള്ള ന്യായപ്രമാണത്തിലുള്ള നിവൃത്തിയായി യേശുക്രിസ്തു നമ്മളുടെ പാപത്തിന് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു എന്ന് നമ്മളെ മനസ്സിലാക്കുന്നു. പാപത്തിന് വേണ്ടി യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, പാപി എന്ന നിലയിലുള്ള ന്യായവിധി. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ ക്രൂശിലെ മരണത്താൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ള യെശയ്യാവ് 53:6 നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു, എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെ അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നമ്മുടെ സകല പാപവും അകൃത്യവും യേശുവിൻ്റെ മേലെ ചുമത്തി. പിന്നെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിക്കുന്നതിന് മുൻപാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെ അവൻ വായ് തുറക്കാതെ ഇരുന്നു. യേശുവിനെക്കുറിച്ച് പറയുന്ന കാര്യമാണ്. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ പാപം വഹിച്ചു, നമ്മുടെ അകൃത്യം മുഴുവൻ അവൻ്റെ മേലെ ഏറ്റെടുത്തു. ലേവ്യപുസ്തകം 16-ാം അധ്യായത്തിൽ മുഴുവൻ എങ്ങനെയാണ് പാപത്തിന് പരിഹാരം വരുന്നതെന്ന് ഉള്ള കാര്യം ക്ലിയറായിട്ട് അതിനകത്ത് ഈ ലേവ്യപുസ്തകം 16-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലെ 21-ാം വാക്യത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റൻ്റെ തലയിൽ അഹരോൻ കൈ രണ്ടും വെച്ച് ഇസ്രായേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളുമായ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് കോലാട്ടുകൊറ്റൻ്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ട ഒരു ആളുടെ കൈവശം അതിനെ മരുഭൂമിയിലേക്ക് അയക്കണം. സകല പാപവും ആ കർത്താവിൻ്റെ മേൽ ചുമത്തി, കോലാട്ടുകൊറ്റൻ ജീവനോടിരിക്കുന്ന കോലാട്ടുകൊറ്റൻ്റെ മേൽ ചുമത്തുന്ന പോലെ കർത്താവിൻ്റെ മേൽ ചുമത്തി മരുഭൂമിയിലേക്ക് അയക്കുന്ന ഒരു രംഗമാണ് ഇവിടെ കാണുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, അവൻ പാളയത്തിന് പുറത്ത് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു എന്ന് എബ്രായർക്ക് ലേഖനത്തിൽ പറയുന്നതിൻ്റെ ഒരു നിവൃത്തി, അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഈ ലേവ്യ പുസ്തകത്തിൽ നമുക്ക് മുമ്പിൽ കാണുന്നത്. യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറി. അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇവിടെ കാണുന്ന കാര്യം, കർത്താവ് നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തു. അതുകൊണ്ട് ഇനിയും നമുക്ക് ഒരു പാസ്റ്റ് ജഡ്ജ്മെൻ്റ് ഇല്ല. പാസ്റ്റ് ജഡ്ജ്മെൻ്റ് ആസ് സിന്നർ എന്ന് പറഞ്ഞ് നമുക്കില്ല. അത് കർത്താവ് ഏറ്റെടുത്ത ഒന്നാണ്. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട എന്ന് നമ്മൾ ഈ തരണത്തിൽ ചിന്തിക്കുക. അതുകൊണ്ട് എൻ്റെ സമയം ഇവിടെ തീർന്നതിനാൽ ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ളത് അടുത്ത എപ്പിസോഡിൽ ഷെയർ ചെയ്യുന്നതാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഇനിയും നമ്മുടെ പാസ്റ്റ് സിന്നിനെ കുറിച്ച് ഓർത്ത് നമ്മൾ പറയേണ്ട. കർത്താവ് അത് ക്രൂശിൽ ഏറ്റെടുത്തു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവധിയില്ല. എന്നാൽ അത് നമ്മുടെ തോന്നിയ പോലെ ജീവിക്കാനുള്ളൊരു ലൈസൻസ് അല്ല എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കണം. റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ ജസ്റ്റിഫൈഡ്, നമ്മളെ നീതീകരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡിക്ലറേഷൻ ബൈ ഗോഡ്. ദൈവത്തിൻ്റെ ഒരു വിധിയാണ്. ഇറ്റ്സ് എ ഡിക്ലറേഷൻ ബൈ ഗോഡ് ദാറ്റ് വി ആർ ജസ്റ്റ്. നമ്മൾ നീതിയുള്ളവരാണെന്ന് ദൈവം ഡിക്ലെയർ ചെയ്യാണ്. അതിന് കാരണമായി തീർന്ന യേശു നമുക്ക് വേണ്ടി യാഗമായി തീർന്നതിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ചിന്തിച്ച കാര്യം, ന്യായവിധി എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഈ ന്യായവിധിക്ക് നമുക്ക് ഒരു മരണമുണ്ട്, അതുപോലെ ന്യായവിധിയുണ്ട്, അതിനൊരു ഡേറ്റ് ഉണ്ട്, അതുപോലെ അതിനൊരു ജഡ്ജുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിലെ കൂടുതൽ ഭയത്തോടു കൂടി ജീവിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ന്യായവിധി ഉള്ളതിനാൽ നമ്മൾ എത്രയും ഭയത്തോടു കൂടി ജീവിക്കണം, അത് ഏറ്റവും ആവശ്യമായിരിക്കുന്നു എന്നുള്ള വിശുദ്ധന്മാരുടെ ന്യായവിധിയെക്കുറിച്ച് ഉള്ള ചിന്തയാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ആ പാസ്റ്റ് നമ്മുടെ ന്യായവിധിയെല്ലാം ആസ് എ സിന്നറായിട്ട് അതെല്ലാം ഇല്ലാതെയായി കർത്താവ് അത് ഏറ്റെടുത്തു. ഇനിയും നമ്മൾ മകൻ എന്ന രീതിയിലും ദാസൻ എന്ന രീതിയിലും നമുക്ക് റിവാർഡ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഈ എപ്പിസോഡ് എല്ലാവരും ഇത് കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യണം. തുടർമാനമായിട്ട് ഇത് കണ്ടാലേ അതിൻ്റെ ആ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. ഏതെങ്കിലും നിങ്ങൾ വിട്ടുപോയെങ്കിൽ ഇത് തിരിച്ച് പോയിട്ട് ആ നമ്പറുണ്ടല്ലോ, സീരിയൽ നമ്പറുണ്ട്, ആ എപ്പിസോഡ് നിങ്ങൾ നോക്കി അത് കേട്ടാൽ ആ കണ്ടിന്യൂറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ, ന്യായവിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ. കാര്യങ്ങൾ നമ്മളതനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കട്ടെ. തീർച്ചയായും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിചാരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ സമയത്ത് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവരെ പ്രത്യേകിച്ച് ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ വലിയ കരുണ അവരുടെ മേലിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളിലെ മരുന്ന് കഴിക്കുന്നവരെ ഈ തരുണത്തിൽ കാണിച്ചു തരുന്നു. അവരെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ബ്ലോക്കുകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രയാസങ്ങളും ഈ ദിവസങ്ങളിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, കിഡ്നിയുടെ പ്രയാസങ്ങളിൽ നിന്ന് നീ വിടുവിക്കണമേ. ഡയാലിസിസിൽ കർത്താവെ ആയിരിക്കുന്നവരെ കർത്താവെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡയാലിസിസ് നടത്തിയിട്ടും കർത്താവെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നുള്ളൊരു സ്റ്റേജിലേക്ക് വരുന്ന യൂത്തായിട്ടുള്ള ചിലർക്ക് വേണ്ടി ചിലർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അവരെ ഞങ്ങൾ ഈ സമയത്ത് ഏൽപ്പിക്കുന്നു. വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കർത്താവെ, ഈ സമയത്ത് വലിയൊരു വിടുതൽ കർത്താവ് തരും. ഈ വിശ്വാസത്തോട് ഇത് ഏറ്റെടുക്കുമോ, പ്രാർത്ഥിക്കുമോ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളെ ഈ വലിയൊരു ക്രിയേറ്റീവ് മിറക്കിൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് പ്രസ്താവിക്കുന്നു. നിങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, നിൻ്റെ വലിയ വിടുതലുകൾ ഈ ദിവസങ്ങൾ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിന്ന് ചിന്തിച്ചതുപോലെ ന്യായവിധിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഞങ്ങൾ എത്ര വിശുദ്ധിയോട് ജീവിക്കേണ്ടവരാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ. നീ പറഞ്ഞിരിക്കുന്ന വചനത്താൽ നീ ഞങ്ങളെ ന്യായം വിധിക്കുമല്ലോ. അതിനാൽ എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുന്നതിനാൽ ഞങ്ങൾ ഈ നാളുകൾ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടി വെളിച്ചത്തെ സ്നേഹിച്ച് ജീവിക്കുന്നവരായിരിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ, ഇടവരുത്തണമേ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.